ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇത് നമുക്ക് എത്ര കഴിച്ചാലും ഒരു മടുപ്പൊന്നും വരില്ല കേട്ടോ. നമ്മൾ കഴിച്ചാലിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്ന സൈസ് നല്ലൊരു റെസിപ്പിയാണ്, നല്ലൊരു സ്നാക്സാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിൻ്റെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. അതിക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് പുഴുങ്ങിയതൊന്നുമല്ല, സാധാ പച്ച ഉരുളക്കിഴങ്ങ് തന്നെ. അതും കൂടി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം പേസ്റ്റ് മാതിരി ഒന്ന് അടിച്ചെടുക്കുക. നല്ലോണം അരഞ്ഞോട്ടോ. പിന്നെ അതിലേക്ക് ഒരു അരക്കപ്പ് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല പുളിയുള്ള സാധാ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന തൈരാണ്, കട്ടത്തൈരൊന്നുമല്ല കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വിസ്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കണം കേട്ടോ. ആ തൈരും ബേക്കിംഗ് പൗഡറല്ല ബേക്കിംഗ് സോഡയും ഉരുളക്കിഴങ്ങിൻ്റെ മിക്സും ഒക്കെ കൂടി നല്ലോണം ഒന്നുകൊണ്ട് മിക്സായി വരും. ഇതേമാതിരി പതഞ്ഞ് പൊന്തി വരണം കേട്ടോ. ആ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുമ്പോൾ ഇതേമാതിരി നല്ലോണം അങ്ങോട്ട് പതഞ്ഞ് ഒരു കുമിളായിട്ട് വരും. അതുപോലെ ആവാൻ വേണ്ടിയിട്ട് നല്ലോണം ഇതേമാതിരി ഇളക്കി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൈദപ്പൊടിക്ക് പകരമാണെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇപ്പം ഞാൻ ഈ ബിസ്ക്കറ്റ് തന്നെയാണ് ഒന്ന് മിക്സ് ചെയ്യണത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ശരിക്കുള്ള ആയുധം എടുത്തിട്ട് കൈ കൊണ്ട് തന്നെ നല്ലോണം അടിച്ച് പതപ്പിച്ചെടുക്കണം കേട്ടോ. അത് നല്ലൊരു എന്താ പറയുക, കൊഴുകൊഴാന്നുള്ളൊരു പരുവെന്നൊക്കെ പറയില്ല, അതേമാതിരി ആക്കിയെടുക്കണം. പിന്നെ അതിലേക്ക് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരക്കപ്പോളം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം നമ്മളെ കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സാക്കി ഇതേമാതിരി അടിച്ച് പതപ്പിച്ച് എടുക്കുക എന്ന് പറയില്ല, നമ്മൾ അതേമാതിരി ആക്കിയെടുക്കണം കേട്ടോ. അങ്ങനെ ആക്കിയെടുത്താൽ ഈ പലഹാരത്തിന് നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടും. ഉള്ളിൽ നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടിച്ച് പതപ്പിച്ച് തന്നെ എടുക്കണത് കേട്ടോ. ഈ ടൈമിൽ ഉപ്പൊക്കെ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നല്ലോണം നോക്കണം. എന്നിട്ടിത് ഞാനിത് 1 മണിക്കൂർ ഞാനിത് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു ചോറൊക്കെ തിന്നലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ടാക്കി വെച്ചതാണ്. പിന്നെ ഞാൻ പുറത്തൊക്കെ ഒന്ന് പോയി വരാനുണ്ടായിരുന്നു. അതൊക്കെ പോയി വന്നതിന് ശേഷമാണ് ഞാനിത് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ ഉച്ചക്കത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളൊക്കെ വിട്ട് മക്കളൊക്കെ വരാൻ നേരം ആകുമ്പോൾ എടുത്തുക്കാണ്ട് വേഗം ഒന്ന് പൊരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ സിമ്പിളായിട്ട് നമുക്ക് പണി കഴിയും. അപ്പം തന്നെ വെച്ച് ഉണ്ടാക്കൊന്നും വേണ്ടല്ലോ. നമുക്ക് ഒന്ന് ഉറങ്ങി നീക്കി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ വന്നിക്കാണ്ട് പെട്ടെന്ന് ഇത് പിന്നെ പൊരിച്ചെടുക്കണ പണി മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ എണ്ണ ചൂടാക്കിയതിന് ശേഷം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ എണ്ണ ചൂടാക്കിയത് നല്ലോണം ചൂടാക്കിയതിന് ശേഷം ഇത് ഞാൻ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഉള്ളൊക്കെ ഒന്ന് നല്ലോണം വെന്ത് കിട്ടിക്കോട്ടെ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വലിയ ഉണ്ടാക്കിയിട്ട് ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇത് കുഞ്ഞു ഉണ്ടാക്കിയിട്ട് ഇട്ടതാണ്. ഇത് കുറച്ചും കൂടി വലിയ ഉണ്ടാക്കിയിട്ട് ഇട്ടാൽ കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചെറുതാക്കിയിട്ട് ഇട്ടതാണ്. അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കിയപ്പോൾ ഇവിടെ ആർക്കും തികഞ്ഞില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. പിന്നെ ഉണ്ടാക്കാനുള്ള ടൈമിൽ നമ്മൾ കുറച്ച് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മക്കളൊക്കെ അടങ്ങിയത്. ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് തോനെ ഉണ്ടാക്കി കൂടെ എന്നൊക്കെ ചോദിച്ചു മക്കൾ. അപ്പോൾ ഞാൻ 1 കപ്പ് സാധനമായിട്ടെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആർക്കും തികഞ്ഞില്ല. അപ്പോൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് തോനെ ഉണ്ടാക്കിയിട്ട് കൊടുത്തോണ്ടിട്ടോ. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്നത്. പിന്നെ ഞാൻ ആദ്യത്തേത് പൊരിച്ച് കോരിയത് വീഡിയോ എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അതെങ്ങനെയോ മിസ്സായി പോവാന്നല്ല, ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടാവില്ല കേട്ടോ. എനിക്ക് എപ്പോഴും പറ്റണ അബദ്ധമാണത്. ഓണാക്കാതെ അയക്കാരം ഞാൻ വെച്ചിട്ടുണ്ടാവില്ല, വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടാവും ഞാൻ.
പക്ഷേ ക്യാമറ ഓണാക്കാതെ അതിൽ പെടൂലല്ലോ. അപ്പോൾ ഇതാ ഞാൻ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുത്താട്ടെ. ഇത് നമുക്ക് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കട്ടോ. നമുക്ക് 1-2 പ്രാവശ്യം കൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കൽ കഴിയും. എന്താ വെച്ചാൽ നമ്മൾ ചട്ടി നിറച്ചിങ്ങനെ ഇട്ട് കൊടുക്കല്ലേ. അല്ല അപ്പോൾ പരസ്പരം ഒട്ടി പിടിക്കാതെ ആക്കൊന്നുമില്ല. നമ്മളിങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നല്ല ഭംഗിയിൽ ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടണും കൂടി ഓൾ പ്രസ് ചെയ്ത് വെക്കൊണ്ടിട്ടോ. പിന്നെ അത് ഒരു ലൈക്ക് തരാൻ എന്തായാലും മറക്കരുത് മക്കളെ. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു സ്മൈലിയെങ്കിലും ഒന്ന് കമൻ്റായിട്ട് ഇടണം കേട്ടോ. നിങ്ങളെ അഭിപ്രായം അത് നല്ലതാണെങ്കിൽ ചീത്തതായാലും എന്തതായാലും നിങ്ങളെ അഭിപ്രായം തുറന്ന് പറയാം. അപ്പോൾ എന്തെങ്കിലും ഒരു കമൻറ്റ് തരാൻ മറക്കരുത്, ഒരു ലൈക്ക് കിട്ടുക. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് മുന്നോട്ട് പോകാനൊക്കെ കഴിയുള്ളൂ. ഇപ്പോൾ അതാ നമുക്ക് 8000 ഫ്രണ്ട്സ് അയക്കണം കേട്ടോ, നമ്മളെ ഫാമിലി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ ഒരു ചിലവോ ഒരു കേക്ക് മുറിക്കലോ ഒന്നും ഞാൻ നടത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ മക്കളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറയല് ഒരു 10K ആവട്ടെ എന്നിട്ട് നമുക്ക് കേക്കൊക്കെ മുറിക്കാമെന്നാണ്. അപ്പോൾ ഞാൻ ഒരു 10K ഒക്കെ പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കേക്കൊക്കെ മുറിച്ചിട്ട് ചെറുതായിട്ട് നമ്മൾ മക്കൾക്കൊക്കെ ഒന്ന് കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എല്ലാതും പൊരിച്ച് കോരി എടുത്തിക്കണ്. ഇതാ നല്ല ഭംഗിയിൽ കിട്ടിയിരിക്കുന്നു കേട്ടോ. ഞാനിപ്പോൾ ഇത് എടുക്കുമ്പോൾ ടൈം ഒരു 6:45 ആയിക്കണം കേട്ടോ. പുറത്ത് പോയി വന്നപ്പോൾ കുറച്ച് നേരം വൈകിപ്പോയി. അപ്പോൾ ഇത് ഞാനതിലേക്കൊരു ഗ്രീൻ ചട്നി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നല്ല കോമ്പിനേഷനാണ് ഈ ഗ്രീൻ ചട്നി. അപ്പോൾ കുറച്ച് തോന മല്ലിൻ്റെ ഇലയും കുറച്ച് പുതിനൻ്റെ ഇലയും എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി എല്ലാതും കൂടി എരിവുകൊണ്ട് കൂടി പോകണ്ടെന്ന് വെച്ചിട്ട് നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. പിന്നെ അത് നമ്മൾ സാധാ കടയിൽ നിന്നൊക്കെ വാങ്ങണം. കുറച്ച് തൈരും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിനൊരു പുളിരസം കിട്ടുമ്പോഴാട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ തൈരിന് പകരമാണെങ്കിൽ വിനാഗിരി സുർക്ക ഒഴിച്ചിട്ടുണ്ടാക്കട്ടോ. അതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ ഐഡിയക്ക് അനുസരിച്ചിട്ട് നമ്മളെ ടേസ്റ്റിനനുസരിച്ചിട്ടൊക്കെ ഉണ്ടാക്കി മതി. നമ്മൾ സാധാ തേങ്ങ ഇട്ടിട്ടുള്ള ചട്നി ആയാലും രസമുണ്ടാവും. പക്ഷേ എനിക്കൊന്നും കൂടി ഇഷ്ടമായിട്ട് തോന്നിയത് ഇതേമാതിരി ഗ്രീൻ ചട്നി ഉണ്ടാക്കിയപ്പോഴാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടാണ് കേട്ടോ. ഞാൻ ഒന്നെടുത്ത് കഴിച്ച് നോക്കുകയാണ്. ടേസ്റ്റ് ഉണ്ടോ ഇല്ലയെന്നൊക്കെ നമ്മൾ തന്നെ ആദ്യം ടെസ്റ്റ് ചെയ്യണമല്ലോ. നല്ല ടേസ്റ്റുള്ള സാധനം മാത്രം ഞാൻ നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരുള്ളൂ കേട്ടോ. അത് ഉറപ്പാണ്. ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പ് ആവുകയാണ് ടേസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അത് വീഡിയോ ആയിട്ട് ഇടൂല. അപ്പോൾ ഇതാ ഞാൻ ഗ്രീൻ ചട്നിയൊക്കെ കൂട്ടിയിട്ട് കഴിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ട്. മക്കൾക്കും ഒരുപാട് ഇഷ്ടമായതാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്ന് എന്നോടൊന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും സ്വന്തം നൂറ.